ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഡാൻ ബ്രോ റീബോൺ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലത്തെ ഫസ്റ്റ് സീരീസ് ആണിത്. ജോഗ്രഫിയിൽ ചാപ്റ്റർ 8 ഇന്ത്യ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കൊരു ഇൻട്രഡക്ഷനിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കാണണമെങ്കിൽ വാച്ച് ഫുള്ളി, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഗുഡ് ഓർ ബാഡ്, ഐ ഡോണ്ട് മാറ്റർ, ഐ ഡോണ്ട് കെയർ, രണ്ട് കൈകൊണ്ട് ഞാൻ സ്വീകരിക്കാം. അപ്പോൾ നമുക്കൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഫസ്റ്റ്, ഇന്ത്യ ഒഫീഷ്യലി നോൺ ആസ് എന്തൊക്കെ? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്. സോവറൈൻ എന്ന് വെച്ചാൽ ഇന്ത്യ വേറെ ഫോറിൻ പവറിനെ അധിഷ്ഠിതമല്ല എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡൻറ്റ്, നോട്ട് അണ്ടർ ദ റൂൾ ഓഫ് എ സോവറൈൻ ബിഗ് ഡെമോക്രാറ്റിക് കൺട്രി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. റൈറ്റുകൾ, കുറേ റൈറ്റുകൾ, റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് പിന്നെ ഓക്കെ ഡെമോക്രാറ്റിക്, above 18 are given the right to vote. Secular, religion, about religion, there is no any prime religion, everyone has the right to follow his own religion according to his or her will. Right to religion. Again, location and extent, latitudinal and longitudinal extent of India. What is that? Latitudinal is 8 degree north to 37 degree north, and longitudinal is, latitude is 8 degree north to 37 degree north. Longitude is 68 degree east to 97 degree east. And again, Andaman and Nicobar Islands extend further southwards to add to its latitudinal extent. That means the southernmost is Andaman and Nicobar extend further southwards and add to its latitudinal extent. Latitudinal extent la Andaman and Nicobar undu. The north-south extent of mainland India from Kashmir. The northernmost, അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യം ഇതാണ് ഗൈസ്. നോർത്തേൺമോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഏതാണ്? ജമ്മു കാശ്മീർ, കാശ്മീർ ഇൻ ദ നോർത്ത്. അപ്പോൾ ഏറ്റവും സദേൺമോസ്റ്റ് ഏതാണ്? കന്യാകുമാരി. ഇനി വെസ്റ്റ് ടു ഈസ്റ്റ്, വെസ്റ്റിലെ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ മോസ്റ്റ് ഏതാ? റാൻ ഓഫ് കൊച്ച്, KUTCHH, റാൻ ഓഫ് കൊച്ച് ഇൻ ദ വെസ്റ്റ്. ടു ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ നോർത്ത് കാശ്മീർ, സൗത്ത് കന്യാകുമാരി, വെസ്റ്റ് റാൻ ഓഫ് കൊച്ച് ആൻഡ് ഈസ്റ്റ് അരുണാചൽ പ്രദേശ്. ഇനി അഗെയിൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രോപ്പിക് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ മിഡിൽ ഓഫ് ദ കൺട്രി? ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23½ ഡിഗ്രി നോർത്ത്. ആൻഡ് അഗെയിൻ കന്യാകുമാരിയാണ് ഏറ്റവും സദേൺ മോസ്റ്റ്. കന്യാകുമാരിയിലുള്ള ഏത് മൗണ്ടൻ ആണ് ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പ്? കേപ്പ് കമോറിൻ ഇൻ തമിഴ്നാട് നിയർ കന്യാകുമാരി ഇസ് സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഗൈസ്. കേപ്പ് കമോറിൻ, CAPECAMORIN, കേപ്പ് കമോറിൻ. ഇനി അഗെയിൻ ഇന്ത്യ ടേക്സ് ഇറ്റ് സ്റ്റാൻഡേർഡ് ടൈം ഫ്രം 82 ഡിഗ്രി ഈസ്റ്റ് മെറീഡിയൻ. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം റീച്ച് ചെയ്യുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം GMT-നല്ല, എടുക്കുന്നത് എവിടെയാണ്? 82 ഹാഫ് ഡിഗ്രി ഈസ്റ്റിൽ നിന്നാണ് ഇന്ത്യ അതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം ടേക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഇത് GMT ആണോ അതോ 82½ ഡിഗ്രി ഈസ്റ്റ് ആണോ? ഞാൻ പറയുന്നത് 82½ ഡിഗ്രി ഈസ്റ്റിനാണ് ഇന്ത്യ അതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എടുക്കുന്നത്. ഇനി 82½ ഡിഗ്രി ഈസ്റ്റ് എവിടെയാണ്? അലഹബാദിൽ. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് 5½ hours ahead of ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് വെച്ചാൽ GMT-യുടെ ഫുൾ ഫോം ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈമിനെക്കാളും 5½ മണിക്കൂർ മുമ്പാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST, ബിക്കോസ് ആസ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് മെറിഡിയൻ. ഗ്രീൻവിച്ച് മെറിഡിയൻ്റെ ഈസ്റ്റിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST-യുടെ മെറിഡിയൻ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അത് 5½ മണിക്കൂർ അതിനേക്കാളും കൂടുതലുള്ളത്. ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് ഇന്ത്യനെ സോവറൈൻ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു. ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെന്റ് നമ്മൾ പഠിച്ചു. ഏറ്റവും നോർത്തേൺ മോസ്റ്റ്, സദേൺ മോസ്റ്റ്, വെസ്റ്റേൺ മോസ്റ്റ്, ഈസ്റ്റേൺ മോസ്റ്റ് നമ്മൾ പഠിച്ചു. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23½ ഡിഗ്രി നോർത്ത് നമ്മൾ പഠിച്ചു. കേപ്പ് കമോറിൻ തമിഴ്നാടാണ് സദേൺ മോസ്റ്റ് ഇപ്പോൾ ഇന്ത്യ, അതും നമ്മൾ പഠിച്ചു. എഗെയിൻ ഇന്ത്യ ടേക്സ് സ്റ്റാൻഡേർഡ് ടൈം ഫ്രം 82½ ഡിഗ്രി ഈസ്റ്റ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 82½ ഡിഗ്രി ഈസ്റ്റ് അലഹബാദിലാണ് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് IST-യുടെ ഫുൾ ഫോമിൽ നമ്മൾ പഠിച്ചു. GMT ഗ്രീൻവിച്ച് ടൈം പഠിച്ചു. 5½ മണിക്കൂറാണ് നമ്മുടെ ഗ്രീൻവിച്ച് GMT-നേക്കാൾ 5½ മണിക്കൂർ മുൻപാണ് അതിൻ്റെ ടൈം. എന്ന് വെച്ചാൽ 2 മണിയാണ് നമ്മുടെ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ സമയം. 2 മണിയാണെങ്കിൽ ഇവിടെ സമയത്ത് 3, 4, 5, 6, 7, 7:30 ആയിരിക്കും ഇവിടുത്തെ സമയം. ഇറ്റ് ഈസ് അഹെഡ് ബൈ 5½ hours. ബിക്കോസ് എന്തുകൊണ്ടാണ് ഗ്രീൻവിച്ച് GMT-നേക്കാളും IST 5 hours മുമ്പോട്ട്? കാരണം എന്താണ്? ആസ് ഇറ്റ് ഈസ് IST സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് മെറീഡിയൻ,
ഗ്രീൻവിച്ച് മെറിഡിയൻ്റെ ഈസ്റ്റിലാണ് അതുള്ളത്. അതുകൊണ്ട് അത് GMTനേക്കാളും 5.5 മണിക്കൂർ കൂടുതൽ മുമ്പാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബൗണ്ടറീസ് ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ, അതിൻ്റെ പിന്നത്തെ ക്ലാസ്സിൽ പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്, പിന്നെ ഫിസിയോഗ്രാഫിക് ഡിവിഷനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതൊരു ഡാൻ ബ്രോ റീബോൺ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്, ബൈ.